ഇത് നമ്മളെ മൊയ്തീൻകുട്ടിക്കാണ്. മൊയ്തീൻകുട്ടിക്ക നമസ്കാരം. മൊയ്തീൻകുട്ടിക്ക ഇവിടെ ഇപ്പൊ ഈ പഴയ കാലത്തെ ഇതായിട്ട് ഇപ്പൊ വെറ്റിലടക്കി മാത്രമേ ഉള്ളൂ അല്ലേ? 100 കൊല്ലം കഷ്ടി വരും. നമ്മളൊക്കെ പല കാലത്തുള്ള നമ്മുടെ കാലത്ത് മാത്രമല്ല അതിന് മുന്നേ ഉണ്ടായിരുന്നു. എടുക്കാൻ വേണ്ടി വന്നാ എവിടുന്നാ വന്നില്ലേ? മഞ്ചേരിന്ന്. മഞ്ചേരിയാണ്. എന്നോട് അല്ല 105 വെറ്റിലുള്ളത്. കുറേ ആളുകൾ ഇവിടെ വെറ്റിലെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവരതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് കർഷകരോട് ഒരു വില പറയും. ആ വിലയിൽ അവർ തൃപ്തനാണെങ്കിൽ ഓക്കെ അവരെടുക്കും, അല്ലെങ്കിൽ ഒന്നും കൂടി ബാർഗൈൻ ചെയ്യും. ബാർഗൈൻ ചെയ്തിട്ടാണ് മാക്സിമം ഇവിടെ കച്ചവടക്കാർ വന്ന് എടുക്കാറ്. ഇതിന്റെ ക്വാളിറ്റി എങ്ങനെ നമ്മൾ അറിയാത്? സാധനം ഇതിന്റെ ക്വാളിറ്റി എങ്ങനെ? ചൊറുക്കനുസരിച്ചാണ്. എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കൽപ്പകഞ്ചേരി ചന്തയിലാണ്. അതായത് മലപ്പുറം ജില്ലയിൽ തിരൂര് കൽപ്പകഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കൽപ്പകഞ്ചേരി ചന്തയാണ്. ഇവിടെ വെറ്റില അടക്ക മാർക്കറ്റ് ഉണ്ട് എല്ലാ ചൊവ്വാഴ്ചയും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുത്തെ ആൾക്കാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഒക്കെയാണ് ഇപ്പോൾ ഈ വെറ്റില ഇവിടെ വരുന്നത്. അതേ സ്ഥലത്ത് രണ്ടത്താണി, ചെറുസാല, ചിന്നമ്പടി, കോട്ടായി, ഐനാല്, പറവന്നൂര്, ഇതൊക്കെ സ്ഥലത്ത് ഇവിടെ നിന്ന് വരുന്നുണ്ട്. അത് അവിടെ നിന്നൊക്കെ വെറ്റില കർഷകർ കൊണ്ടുവരാറുണ്ടല്ലോ. ഇവിടെ കൊടുന്നിട്ട് ഇവിടെ കൊടുന്നിട്ട് ലേലം ചെയ്ത് വിൽക്കുക. ഇത് എവിടേക്കൊക്കെയാണ് ഇവിടുന്ന് വെറ്റില പോണത്? വയനാട്ടിലേക്ക് പോകുന്നുണ്ട്. വയനാട്, കോഴിക്കോട്, കൊടുവള്ളി, അട്ടപ്പാടി, ഗുരുവായൂരൊക്കെ പോകുന്നുണ്ട്. മഞ്ചേരി, ഗുരുവായൂർ, ചാവക്കാട്, പിന്നെ തൃശ്ശൂർക്കാണ് കയറിക്കോളൂ. പാലക്കാട് ജില്ല, തൃശ്ശൂർ ജില്ല, മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ല, വയനാട് ജില്ല 4 ജില്ലയിലേക്ക് മെയിനായിട്ട് ഇവിടെ നിന്നാണ് പോകുന്നത്. വെറ്റില ഇവിടെ നിന്നും പോകുന്നുണ്ട്. ശനിയാഴ്ച കോട്ടക്കൽ നിന്നും പോകുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് ചൊവ്വാഴ്ചകളിൽ ഇവിടുന്ന് പോകുന്നുണ്ട്. വെറ്റില അടക്കം പോകുന്നുണ്ട്. ശനിയാഴ്ച കോട്ടക്കൽ നിന്നും പോകും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർക്കൊക്കെ ഇവിടുന്ന് നമുക്ക് ലേലം ചെയ്തെടുക്കാൻ പറ്റുമോ? പറ്റുമല്ലോ അല്ലേ? ആവശ്യക്കാർക്ക് ഇവിടെ വന്ന് ലേലം ചെയ്തെടുക്കാം അല്ലേ? ഇവിടെ പല സ്ഥലത്തു നിന്നുള്ള വെറ്റിലകൾ പാക്ക് ചെയ്ത് നല്ല രീതിയിൽ കെട്ടി റെഡിയാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ലേലം വിളിക്കും. ഇവിടെ ആളുകൾ കാറിൽ, ബൈക്കിൽ, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ ഉള്ള മാക്സിമം ഇവിടെ വരുന്ന കർഷകരാണ് ഇവിടുന്ന് മാക്സിമം എല്ലാ വെറ്റിലയും സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഇവിടെ കച്ചവടം, ലേലം വീട് കച്ചവടം ഇപ്പോൾ ഏകദേശം തുടങ്ങി. ഇവിടെ വന്ന കർഷകർ കാര്യങ്ങളെല്ലാവരും അവർ വന്ന കെട്ടൊക്കെ അഴിച്ചിട്ട് അത് വെറ്റിലയുടെ എണ്ണ ക്വാളിറ്റി കാണിച്ചു കൊടുക്കണം. മേടിക്കാൻ വന്ന ആളുകൾക്ക് ക്വാളിറ്റി കാണിച്ചു കൊടുക്കണം. ക്വാളിറ്റി അനുസരിച്ച് വില മാറില്ലക്ക. ഓരോ ഇതിനനുസരിച്ചാണ് വില വരുന്നല്ലേ? ക്വാളിറ്റിക്ക് അനുസരിച്ച് ഇവിടെ വില മാറും. ഇവിടെ വാങ്ങിക്കാൻ വരുന്ന ആളുകൾ ഇപ്പോൾ ഓരോ കണ്ട ക്വാളിറ്റി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഓരോ കെട്ടും അവരൊന്ന് ശരിക്ക് ക്വാളിറ്റി നോക്കും. നോക്കിയതിന് ശേഷമാണ് നമ്മൾ കെട്ട് വില പറയുന്നത്. ചെറിയ ഇലകൾ, കാര്യങ്ങൾ, പുഴുക്കുത്ത് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ഫ്രഷ് ഇല, നല്ല ഫ്രഷ് ഇലയാണെങ്കിൽ നല്ല റേറ്റ് കിട്ടും. ഇല്ലക്ക നല്ല ഇലയാണ്, നല്ല കിളുന്ത ഇലയാണെങ്കിൽ നല്ല റേറ്റ് കിട്ടും അല്ലേ? നല്ല റേറ്റ് കിട്ടും. ഈ സൈഡിൽ ഏകദേശമൊക്കെ കച്ചവടം ആയി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇവിടെ ഏകദേശം ഇല്ലേ? ഏകദേശം എത്ര ടൈപ്പ് ക്വാളിറ്റി വരുന്നുണ്ട് ഇവിടെ? 2-3 ക്വാളിറ്റിയോളം വരുന്നുണ്ടല്ലേ? അതിലും മേലെ വരൂലേ?
ഇപ്പൊ 35 രൂപ പറഞ്ഞ സാധനമാണ്. നേരെ മറിച്ച് ഇതേ സാധനം 15-നും 20-നും 20 കിട്ടൂലേ? അതായത് ക്വാളിറ്റി അനുസരിച്ച് ക്വാളിറ്റിക്ക് അനുസരിച്ച് 35 വരെ നമുക്ക് കിട്ടും. അതിന് കുറഞ്ഞ താഴ്ത്തിക്ക് എത്ര 10-15 ഇവിടെ പോകും. ഇപ്പൊ ഇവിടെ ഈ സെക്ഷനിലെ കച്ചവടം ഇപ്പൊ ഏകദേശം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓരോരുത്തർ വാങ്ങി അത് കൊണ്ടുപോവാണ്. ഓരോ സ്ഥലത്തേക്കായിട്ട് കൊണ്ടുപോവാണ് ഇവിടെ ഓരോരുത്തർ. ഇവിടെ ഇപ്പോൾ രണ്ടാമത്തെ സെക്ഷനാണ്. നമ്മളിപ്പോൾ 2 സെക്ഷനായിട്ടാണ് ഇവിടെ വെറ്റില വെച്ചിട്ടുള്ളത്. രണ്ടാമത്തെ സെക്ഷനിൽ ഇപ്പോൾ ആളുകൾ വാങ്ങിക്കാൻ വരുന്ന ആളുകൾ ഇപ്പോൾ വെറ്റില ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. കുറേ ആളുകൾ ഉണ്ട്. ഇവിടെ ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയാ നമ്മൾ അറിയാത്? സാധനം ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയാ? ചൊറുക്ക് അനുസരിച്ചാണ്. അപ്പൊ ഇത് നല്ല കെട്ടി നല്ല ഉഷാറാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവരും. ഇനി വാങ്ങിക്കാൻ വരുന്ന ആളുകൾ ഒരു വില പറയില്ല. ഒരു ബാർഗൈനിങ് ഉണ്ടാവും. ടൈറ്റ് ആക്കൂല. അതന്നെ അതന്നെ വലിയ ഹലോ ചന്തയിലാണ്. മയത്തിനാണ് കൈ. അതിനിപ്പോ ഒരള്ളിനാ ഊറ്റം. പാരമ്പര്യ കച്ചവടക്കാരൻ. നിങ്ങൾ കാല് നയച്ച എന്റെ കാലിലെടുക്കും. അപ്പോൾ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. നമ്മളിപ്പോൾ കണ്ടത് കൽപ്പകഞ്ചേരിയിലെ വെറ്റില മാർക്കറ്റാണ്. വെറ്റില അടക്കിയാണ് ഇപ്പോൾ ഇവിടെ മാർക്കറ്റിൽ വരുന്നത്. അപ്പോൾ വെറ്റില ആവശ്യമുള്ള ആളുകൾ നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരിട്ട് കർഷകരിൽ നിന്ന് നിങ്ങൾക്ക് വെറ്റില എടുക്കാം. ഇവിടെ എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷമാണ് ഇവിടെ ഈ വെറ്റില മാർക്കറ്റിലെ കച്ചവടം നടക്കുന്നത്. അപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.